അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം മൈസൂരിൽ നിന്ന് ഹൈദരാബാദൊക്കെയാണ് ലോഡായിട്ടുള്ളത്. പാലാണ് ലോഡായിട്ടുള്ളത്. നമുക്ക് ചാമരാജനഗർ കഴിഞ്ഞ് പോയിട്ടാണ് കയറ്റാനുള്ളത്. അപ്പോൾ കമ്പനിക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം. അതാണ് കമ്പനി. നമ്മൾ കമ്പനിക്ക് എൻട്രി ആക്കുകയാണ്. ചാമരാജനഗർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസർ സൊസൈറ്റി, കൂടേരു. കാട്ട തൂക്കണം അല്ലേ? അവിടെ നേരെ പോയാൽ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു തൂക്കണം. നേരെ അവിടെ മുന്നിൽ പോയാൽ ഉണ്ട് തൂക്കണത് എന്ന് പറഞ്ഞു. നോക്കാം. പാല് കമ്പനി മിൽക്ക് ടാങ്കർ. അതാണ് കാട്ട. അവിടെയാണ് കാട്ട. നന്ദിനിയാണോ നല്ലത്? അത് നന്ദിനിക്ക് കൊണ്ടുപോകാനുള്ള വണ്ടികളാണ് ഇതൊക്കെ. നന്ദിനി ടാങ്കറാണ്. ലെഫ്റ്റ് സൈഡാ റൈറ്റ് സൈഡാ തൂക്കാനുള്ളതാ അല്ലേ? രണ്ടെണ്ണം പിടിച്ചു ഇറങ്ങിയിട്ട് ചോദിച്ചാൽ ഏത് ഭാഗത്താണ് കയറ്റേണ്ടതെന്ന് ചോദിച്ചാലേ നമുക്ക് ആ സൈഡ് കയറ്റാം. ഇതാണ് വലുതാവുന്നുണ്ട്. അത് ചെറുതാവുന്നുണ്ടല്ലോ ഒന്ന് ലെഫ്റ്റ് സൈഡിൽ. ഇതെല്ലാം ചോദിച്ചാലേ ലെഫ്റ്റ് സൈഡാണ്. നല്ല അടിപൊളി കമ്പനി, നല്ല വൃത്തിയും വെടുപ്പുള്ള കമ്പനി. പാലല്ലേ, വൃത്തിയും വെടുപ്പില്ല നടക്കൂല. അപ്പോൾ തൂക്കട്ടെ. അപ്പോൾ തൂക്കി ഇറങ്ങിയത് എങ്ങനെയാണ്? ഇവിടെയാണ് പോയിന്റ് പറഞ്ഞത്. നോക്കാം. ഒരുപാട് ചെറുവണ്ടികളുണ്ട്. ഇവിടെ നിർത്താൻ പറഞ്ഞു. എപ്പോഴാണ് ലോഡിങ്? എപ്പോഴാണോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഫോർക്ക് ലിഫ്റ്റിൽ ഇങ്ങനെ സാധനം വരുന്ന മുകളിലാണോ? ഇവിടെ കൊടുന്ന് ഇങ്ങനെ കൂട്ടുണ്ട്. എപ്പോഴും കയറ്റിൽ തുടങ്ങാനാവും. ഒന്നും പണ്ടില്ലല്ലോ അവര് കാണാൻ. അവിടെ നിൽക്കുന്നില്ല പറഞ്ഞാൽ എപ്പോഴും അയറ്റാവും. ആ ചെറിയ പെട്ടിയൊക്കെ ആണെങ്കിൽ ആകെ കുഴങ്ങോട്ട് നമ്മൾ കെട്ടാനൊക്കെ. ഇപ്പോഴേ കയറ്റാനാവുന്നോ? ഏതേ ഇവിടെ ഇങ്ങനെ കൊടുന്ന് കൂട്ടണുണ്ട്. ഇവിടെ പറഞ്ഞാൽ പെട്ടി ഇങ്ങനെ ഇറക്കുന്നുണ്ട്. പോണ്ടോ? ഉള്ളിൽ പോണ്ടത്? ഓർഗായിട്ട് ലിഫ്റ്റ് പോകാനായിട്ട് പാലം ഉണ്ടാക്കി. ഗോഡൗണിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടുണ്ട്. കമ്പനി വണ്ടി പണിയില്ലെന്നാണ്. ഡ്രൈവർമാരെല്ലാം കൂടി ടയറൊക്കെ അയച്ചിട്ടുണ്ട്. നമ്മളെ ഓഫീസിൽ നിന്ന് തന്നെ അപ്പോൾ വേറൊരു വണ്ടി കൂടി വന്നിട്ടുണ്ട്. ഇവിടെ സൈഡാക്കിയതാണ്. നമ്മൾ ബാക്കിൽ അവരൊന്ന് സൈഡാക്കിയിട്ടുണ്ട്. അതും ഹൈദരാബാദിൽ തന്നെയാണ്.
അപ്പോൾ നമ്മൾ ബില്ല് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. നമ്മൾ ബില്ല് പോയപ്പോൾ തന്നെ കാക്ക പോയിന്റിൽ നിർത്തിയിട്ടുണ്ട് വണ്ടി. ഇതാണ് ഹൈദരാബാദ്. പണിക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണം നമ്മളെ. അത് നമ്മൾ അടിപ്പായൊക്കെ ഇട്ടിട്ടുണ്ട്. ചട്ടപ്പട്ടിയാണ് വരുന്നത്. അതിൽ മഴ പെയ്താണ്ട് നനഞ്ഞാൽ കീറൂലേ. പ്ലാസ്റ്റിക്കാണ് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ലോറി നടന്നുകൊണ്ട് എത്തുകയാണ്. ഇതൊക്കെ നമ്മളെ വണ്ടിയിൽ കയറ്റിയ ബോക്സിൻ്റെ സ്റ്റാൻഡാണ്. നമ്മളിവിടെ അപ്പോൾ പകുതി ആയിട്ടുണ്ട്. ഇവിടെ നടന്നുകൊണ്ട് നിൽക്കണം. നമ്മളെപ്പോഴുള്ള വണ്ടിക്കാർ കുറച്ച് ചായ, കട്ടൻ ചായ ഉണ്ടാക്കും. സാല അരിക്കോടുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മളെ ലോഡിങ്ങൊക്കെ ഫുള്ളായിട്ടുണ്ട്. നമ്മളെ ലോഡിങ്ങൊക്കെ ഫുള്ളായിട്ട് കണ്ട് ഇനി പായിട്ടിട്ട് വേണം തൂക്കാൻ. മറ്റേ വണ്ടിയുടെ പോയിൻ്റൊക്കെ നിർത്താനുള്ള പരിപാടിയാണ് അത്. അത് റെഡിയല്ലേ ടയർ? റെഡിയല്ലേ? ലോഡിങ് കഴിഞ്ഞ് പായിട്ട് ബ്രിഡ്ജിൽ കയറ്റിയതാണ് വണ്ടി. കമ്പനിയിൽ ഫുള്ള് ടാങ്കറുകൾ അണഞ്ഞു കേട്ടോ. വൈകുന്നേരമായപ്പോൾ ഒക്കെ ലൈനിൽ പോയ വണ്ടികളൊക്കെ വന്നെത്തി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. എടുക്കല്ലേ? ആ വണ്ടി ലോഡ് പകുതി ആയിട്ടുള്ളൂ. നമ്മൾ തൂക്കെല്ലാം കഴിഞ്ഞ് ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. നമ്മൾ ഗേറ്റ് പാസ് കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് അവിടെ ബില്ല് കിട്ടും. അപ്പോൾ പിന്നെ ഒരുമിച്ച് രണ്ട് വണ്ടിയും ഏതായാലും ഒരു ഭാഗത്തേക്കല്ല ഒരുമിച്ച് പോകാമെന്ന് കരുതിയതാണ്. ഒരു ഭാഗത്തു നിന്ന് വന്നാലേ ഒരുമിച്ച് പോകാമെന്ന് കരുതി. വേറെ സെക്യൂരിറ്റിയാണ് തോന്നുന്നുണ്ട്. പിന്നെ ഓരോ ലോഡിന് കഴിയട്ടെ. ഇരുട്ടായി. 6:30 കഴിഞ്ഞു, 6:45 ഇതാണ് നമ്മളെ സൊസൈറ്റീൻ്റെ കവാടം. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങിയതായിരുന്നു. അപ്പോൾ ബില്ല് വാങ്ങിയിട്ടില്ല. ബില്ല് വാങ്ങിയാൽ പുറത്തിറങ്ങണം. അതുപോലെ പുറത്തിറങ്ങുമ്പോൾ വാങ്ങാമെന്ന് കരുതി. മറ്റേ വണ്ടിൻ്റെ കഴിയണ്ട. മറ്റേ വണ്ടി കയറ്റി കഴിഞ്ഞല്ല അറിയില്ല. പോയി നോക്കാം. പകുതി ആയിരുന്നു നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ. കുറച്ചങ്ങോട്ട് പുറത്തിറങ്ങി പോകണം ചായ കിട്ടാൻ. കുറച്ച് അപ്പുറത്തൊരു അങ്ങാടി ഉണ്ട്, അങ്ങോട്ട് പോയതായിരുന്നു. അങ്ങനെ തോന്നണു ടാങ്കർക്ക് നടക്കണ പോയിൻ്റ്, പാല് നടക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല, 3:45 ആയിക്കണം. കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ട് തന്നെയാണ്. അത് കഴിയട്ടെ. കഴിഞ്ഞ് നമുക്ക് യാത്ര തുടരാം. നേരെ ഹൈദരാബാദ്. അപ്പോൾ നമ്മൾ 2 വണ്ടിയും ലോഡ് കയറ്റി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ബില്ലിന് പോയിട്ടുണ്ട്. ബില്ല് വാങ്ങാണ്. നമ്മൾ ബില്ല് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പല ബില്ലും കൂടി കിട്ടിയാൽ നമുക്കങ്ങനെ പോകാം. കമ്പനിയൊക്കെ ക്ലോസ് ആയി തോന്നുന്നുണ്ട്. നമ്മൾ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഓർക്ക് ഗേറ്റ് അടക്കാൻ തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കമ്പനിയിൽ നിന്നൊക്കെ ഇറങ്ങിക്കാണ്ട് കമ്പനീൻ്റെ അടുത്ത് തന്നെയുള്ള പമ്പാണ്, HP-ൻ്റെ പമ്പാണ്. ഇത് കമ്പനീൻ്റെ പമ്പ് തന്നെയാണ് കേട്ടോ. കമ്പനീൻ്റെ പമ്പ് തന്നെ തോന്നുന്നത്. കാരണം നമുക്ക് ഇവിടുന്ന് നമ്മളെ വാടകൻ്റെ അഡ്വാൻസ് ആയിട്ട് ഡീസൽ ഇവർ അടിച്ചു തരും. HP നമുക്ക് 40,000 ഉറുപ്പ്യാണ് വാടക വരുന്നത്. അതിൽ നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ പോലെ അടിച്ചു തരും. ബാക്കി നമുക്ക് ലോഡ് ഇറക്കിയിട്ട് ബാക്കി ബാലൻസ് തരും. അങ്ങനെയാണ് പോലെ കണക്ക്. അപ്പോൾ നമ്മൾ ഡീസൽ അടിക്കുകയാണ് 2 വണ്ടി. ഡീസൽ അടിച്ച് കഴിഞ്ഞിട്ട് ഊണ് കഴിച്ചാൽ വിടാം. നേരെ 9 മണി കഴിഞ്ഞു. നേരെ വെളുക്കുമ്പോൾ തന്നെ നമുക്ക് ആന്ധ്ര എത്തിയാൽ വൈകുന്നേരത്തിന് നമുക്ക് ഹൈദരാബാദ് പിടിച്ചാൽ അന്ന് രാത്രി ലോഡ് ഇറക്കാം. നാളെ രാത്രി ലോഡ് ഇറക്കാമെന്ന് പറഞ്ഞത്. ടൗണിൻ്റെ ഉള്ളിലാണ് പറഞ്ഞിരിക്കണത്. ഡീസൽ അടിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച് യാത്ര പുറപ്പെടട്ടെ.